ഹലോ എന്തമ്മ? മക്കളെ, ഇത്തിരി നിങ്ങൾ ഇവിടെ വന്നിട്ട് പോകുമോ മോളെ? എനിക്ക് ഭയങ്കര ഞാൻ വരാം. എനിക്ക് വെപ്രാളം. ഞാന് ഇന്നലെ ഒരു മിനിറ്റ് അമ്മ. പറഞ്ഞോ. ഞാൻ രാത്രി ഒരിക്കലും കാണാതെ എന്റെ കണ്ണിന്റെ മുമ്പേ ഒന്ന് മാഞ്ഞുപോയി. ആ ശ്രീജ ഇട്ട വീഡിയോയും പിന്നെ ഇതും കൂടെ പോസ്റ്റും കൂടെ എനിക്ക് നിങ്ങളെ അപമാനിക്കുന്ന മോളെ. അത് എന്റെ മനസ്സും തളരുന്നു, എന്റെ അയ്യോ എന്റെ പൊന്നമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ കാര്യം നോക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ കൊള്ളുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഒന്നും കൂടെ പറയാം. നിന്നെയോ എന്നെയോ വല്ലതും പറഞ്ഞാ നമുക്ക് ക്ഷമിക്കാം മക്കളെ. ആ ഷിയാസിനെയൊക്കെ അവന്റെ വീട്ടിൽ വല്ലതും പറയുകയാണെങ്കിൽ അവരുടെ നമ്പര് അവളുമാര് അവന്റെ അതിന് ഷിയാസിന്റെ ഭാര്യയൊന്നും ഒരിക്കലും ഒരു പൊട്ടത്തിയൊന്നും അല്ല. ഷിയാസിന്റെ ഭാര്യ ഞാൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പോലും അവൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങളുണ്ട്. ഞാൻ ചില ഈ പിന്നെ മൈലാഞ്ചിക്കാട് അങ്ങനെയൊക്കെ പറയണതൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അവള് പിന്നെ എന്റെ അടുത്ത് പറയാത്തതായിരിക്കും, പക്ഷെ അവൾക്ക് അതുപോലും ഇഷ്ടമില്ല. അപ്പൊ ഈ ഫുൾ ടൈം ചീത്ത വിളിക്കുന്ന ഇവള് സൗമ്യനെ കോണ്ടാക്ട് ചെയ്താൽ സൗമ്യ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന, പിന്നെ അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് സൗമ്യ എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് കേട്ടോണ്ടിരിക്കോ? എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് കേട്ടോണ്ടിരിക്കോ? അല്ലെങ്കിൽ അത് വിശ്വസിക്കോ? എന്നെ ഇപ്പൊ പറയാണ്, എന്നെ ഷിയാസിനെ ചേർത്തിട്ട് കഥ പറയാണ്, ഇദ്ദേഹം അത് കേട്ടോണ്ടിരിക്കോ? അല്ല, അത് വിശ്വസിക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ടാ? അതുപോലെ തന്നെ അയാളുടെ കൂടെ 20 കൊല്ലം ജീവിച്ചതാണ് അവള്. അപ്പൊ അവക്കറിഞ്ഞൂടെ അവളുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളാന്ന്? അതുമല്ല മക്കളെ, അവളുടെ നമ്പര് വേണമെങ്കിൽ ആ ദുഷ്ട സ്ത്രീ അവക്ക് കൊടുക്കുന്ന. അവര് നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നെ തളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ആ നിരപരാധിയായ ഒരു മനുഷ്യനാണ് പെട്ടുപോകുന്നത്. എന്ത് ചെയ്യാനിപ്പോ? നീ താങ്ങും പോലെ അവന് താങ്ങാൻ പറ്റൂല മോനെ. അവന്റെ കയ്യിൽ നിന്ന് പൈസ ഇവർക്ക് ബുദ്ധിയില്ല. ഇപ്പൊ ഷിയാസിനെ എന്നല്ല, ആരെ വിളിച്ച് ആരെ ഇടയിൽ കൊണ്ടുവന്നാലും ഞാനൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഞാനത് ചെയ്യൂ. ഇത് എത്ര ഇവരടുത്ത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പക്ഷെ ഇതിൽ പെട്ടുപോകുന്നത് ആ പാവം നിരപരാധിയാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ? അതാണ് പറയുന്നത്. താങ്ങാൻ പറ്റൂല മോളെ. സമൂഹത്തിന്റെ മുമ്പേ ഇതൊക്കെ സമൂഹം കേൾക്കുന്നില്ലേ? ഇത്രയും മോശമായ കാര്യങ്ങള് അവൾ ഇന്നലെ പറയുന്നത്. ഷിയാസെ, നിന്റെ ഫോണിൽ ഞാൻ അയച്ചു തരുവോടാ? ഷിയാസെ, നിന്റെ ഫോണിൽ ഞാൻ അയച്ചു തരുവോടാ? അമ്മ എന്തിനാ വീഡിയോ കാണാൻ വേണ്ടിട്ട് പോണത്? മക്കളെ, ഞാൻ കാണുന്നതല്ല, പക്ഷെ ഇന്നലെ എനിക്കത് കാണിച്ചു തന്നതാണെന്ന് തോന്നുന്നു മോളെ. നീ അവന്റെ അടുത്ത് പറ, അവളുടെ ഫോണൊക്കെ വന്നാ എടുക്കല്ലേന്ന്. ഷിയാസിനെ കരുതിയിട്ട് മാത്രമാണ് ഇവളുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാത്തത് തന്നെ. നീ റിയാക്റ്റും ചെയ്യണ്ട മക്കളെ. നീ ചാനലും നീ ഒന്നും ചെയ്യണ്ട. അവസാനം എല്ലാവളും കൂടെ അവള് പറയുന്ന കേട്ടില്ലേ, അസ്കറും അഷുറയും നജിലയെയും പറ്റി പുകഴ്ത്തി പറയുന്നു. എനിക്ക് ഭയങ്കര പേടിയാവുന്നു മോളെ. പേടിയെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടല്ല. എന്നെ പറയണത് പോട്ടെ, നിന്നെ പറയണ പോട്ടെ, നീ പ്രതികരിക്കും. ആ പാവപ്പെട്ട കുടുംബങ്ങളിൽ 2 മക്കൾ, ഒരാണല്ലേ മോനെ. അവന്റെ ഭർത്താവിനെ വിശ്വസിക്കേണ്ടതാണ്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഇന്നലെ വന്ന അവക്കാണെങ്കിൽ ഈ ശ്രീജ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് ഒന്നും മനസ്സിലായിട്ടല്ല അവള് സംസാരിക്കുന്നത്. ഈ അസൂറ പറയുന്ന കാര്യങ്ങളും അസൂറ കൊടുക്കുന്ന കാര്യങ്ങളും എടുത്ത് ഇട്ടങ്ങട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അന്തസത്ത എന്താണെന്നോ അതിലെ കാര്യ ഗൗരവം എന്താണെന്നോ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ വെറുതെ പറയുന്നു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇതിനു മുമ്പ് ഇതൊക്കെ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. അമ്മ അവിടെ സമാധാനത്തിലിരി. ഇത് ആലോചിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അവള് മനസ്സിലാക്കിയാലും അവളൊക്കെ നമ്മുടെ ആരുമല്ല. പാവം ആ കുടുംബം. അത് എനിക്ക് പേടിയാവുന്നു. നിന്നെ പോലെ താങ്ങാൻ അവർക്ക് പറ്റൂല മക്കളെ. അതുകൊണ്ടാണ് മോളെ അവളുടെ ഫോൺ അഥവാ വന്നാലും സൗമ്യ, ഒരു പരിചയമില്ലാത്ത ഫോണ് വന്നാൽ സൗമ്യ എടുക്കല്ലേ എന്ന് പറയാൻ ഷിയാസിന്റെ അടുത്ത് പറഞ്ഞു. സൗമ്യ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇത് അസൂറ പോയി സൗമ്യയുടെ അടുത്ത്, എന്ത് നടന്ന്? അസൂറ പോയിട്ട് എന്ത് നടന്ന്? അതുപോലെ തന്നെ നജില പോയി സൗമ്യയുടെ അടുത്ത്. സൗമ്യ എന്ത് കൊടുത്തു അവർക്ക്?
അപ്പൊ അതിന്റെ അതേ വർഷം തന്നെ ഇവിടെയും നടക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഈ എന്നെ പറയുന്നവർ എന്തിനാണ് അയാളെ നെഞ്ചത്തോട്ട് കയറണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നെ പറയും, നിങ്ങൾ എന്നെ പറയും, ഇത് എന്തിനാണ് അയാളുടെ നെഞ്ചത്തോട്ട് ഈ ചെന്ന് കയറുന്നത്? ഒരാണല്ലേ മോളെ, മാനവും മര്യാദയുള്ളവരാണ്, എത്ര കേട്ടോണ്ടിരിക്കും. അതിപ്പോ ഇദ്ദേഹമാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പെണ്ണിനെ ചേർത്ത് ഇങ്ങനെ പറയുമ്പോ ഇദ്ദേഹത്തിന് നാണക്കേടുണ്ടാവും, അതേ അയാൾക്കും ഉണ്ടാവും. എന്ത് ചെയ്യാൻ? അവരെ വിചാരം എന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വീഡിയോ ഒക്കെ നിർത്തി, ചാനൽ നിർത്തി. അസുറയുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ചാനൽ നിർത്തിയിട്ട് പോവുക, അതാണ് അവരുടെ ലക്ഷ്യം. അവള് പലതവണയും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചാനൽ നിർത്തുക. അവള് പറയുന്നത് കേട്ടാ മക്കളെ, ഞാൻ ഇഴന്ന് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ആൾക്കാർ പണം തരാനുണ്ട് വാങ്ങിക്കുന്നെന്ന്. അപ്പൊ ഇത് അവനെയും കുരുക്കാൻ വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മനുഷ്യന്റെ ഒന്നും ഒരാളിനെയും, അമ്മയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാളിനെയും പണത്തിന് വേണ്ടിയിട്ട് സ്നേഹിക്കാറുമില്ല, പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളിനെയും ചൂഷണം ചെയ്യാറുമില്ല. നിന്റെ കാര്യമല്ല മക്കളെ, ആ ദുഷ്ടസ്ത്രീ പറഞ്ഞത് ഇന്നലെ ഞാൻ ഇന്നലെയാണ് ആ വീഡിയോ കാണുന്നത് മക്കളെ. ഞാൻ കാണൂല മക്കളെ അവളെ ചീത്ത വിളിയാറ്. എന്റെ വീഡിയോ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണ എല്ലാരും പറയണത്, വീണെ അവളെ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റില്ല, അവളിങ്ങനെ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഓടുമെന്നാണ്. എനിക്ക് ഒരുപാട് പേര് ലിങ്ക് അയച്ചു തന്നു. ഞാനും ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് ഇവള് ഇങ്ങനെ കണ്ണുടച്ചു വെച്ച് കെട്ടിപ്പിടിയിടാന്ന്. ഞാൻ അവളൊന്ന് ഓഡിയോ ഒരു ഓട്ടോ ഉണ്ട്. ഇതുവരെ അവളുടെ വീഡിയോ ഒരെണ്ണം പോലും എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അതിൽ കേറുമ്പോ തന്നെ അങ്ങനെയുള്ള ഞാൻ പോലും കേറുന്നില്ലെങ്കിൽ പിന്നെ സൗമി കയറിയത് നോക്കാനാ പോകുന്നത്. എനിക്ക് നീ ഒന്ന് ഷിയാസിന്റെ അടുത്ത് പറയുമോ മക്കളെ? നീ ഒന്ന് പറ മോനെ. ആ ഫോൺ ഞാൻ ഷിയാസിന്റെ അടുത്ത് ഞാൻ ഐഷൂട്ടിനെ കൊണ്ട് പറയിപ്പിക്കാം. നീ പറ മക്കളെ, ഇങ്ങനെ ഫോൺ എടുക്കല്ലേന്നോ, പരിചയമില്ലാത്ത ഫോണുകൾ വരല്ലേന്നോ. അവള് എങ്ങനെയെങ്കിലും അവനെ കുരുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മോളെ. കാരണം അവ ഇങ്ങനെ അതായത് മുമ്പ് നജില ഇയാളിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയല്ലോ. പിന്നെ എന്തോന്ന് എന്റെ മക്കൾക്ക് ചെരുപ്പ് തന്ന് മറ്റേ ഇത് തന്ന് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇയാളിനെ നജില അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ഇയാൾ സംസാരിക്കാൻ നിന്നല്ലോ. ഇതെന്തെന്ന് ഞാൻ അന്ന് അയാളടുത്ത് പറഞ്ഞതാണ്, 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കുകയോ ഒരു വോയിസ് കൊടുക്കുകയോ ചെയ്യരുതെന്ന്. ഈ പൊട്ടനാണെങ്കിൽ നിന്ന് 2 മണിക്കൂർ സംസാരിച്ചിരിക്കുന്നു. അതേ കണക്ക് ഇവളെ ഈ തള്ള ഇവൾക്ക് കച്ച കെട്ടിയിട്ടുണ്ടാവും. ഇവളിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോ ഷിയാസ് ഇവളെ വിളിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഇതെന്ത്, ഈ തെളിവ് എവിടെ നിന്ന് കിട്ടി, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി. ഇവരിപ്പോ ധരിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഞാനൊന്നും അറിയരുത് എന്ന് ഷിയാസ് ധരിക്കും. അപ്പൊ ഷിയാസ് ഇവരെ കോണ്ടാക്ട് ചെയ്യും. ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കും ഐഷൂട്ടിക്കും നിങ്ങൾക്കും സൗമിക്കും ഇദ്ദേഹത്തിന് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും പബ്ലിക്കിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ എന്ത് ചെയ്യാനാണ്? ഒന്നുകിൽ അവള് ചെയ്യും പോലെ നമ്മൾ തുണി വെക്കി കാണിക്കുക. എനിക്കാണെങ്കിൽ അതിന് പറ്റൂല. കാരണം ഇദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തുള്ളവരൊക്കെ എന്റെ സബ്സ്ക്രൈബറാണ്. ഞാൻ പോകുമ്പോ തന്നെ അവര് പറയണ മുത്തുമണി ഒന്നാണ്. അപ്പൊ അവരെന്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അതേപോലെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ ഇവര് അസൂറ എന്നെ വാട്സപ്പിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയില്ലേ? ആ ഭീഷണിക്ക് ഞാനൊരു തെറിയഭിഷേകം നടത്തിയില്ലേ? ആ വോയിസ് ആണ് ആ സാറിന് എടുത്തു കൊടുത്തേക്കുന്നത്. എന്റെ വാട്സപ്പിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതിന് ഞാൻ പച്ചത്തെറി വിളിച്ചതിന് ആ വോയിസ് എടുത്തുകൊണ്ട് പോയി ആ സാറിന് കാണിച്ചപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം എന്ത്, തെറി വിളിച്ച് നമുക്കിപ്പോ പൊതുസമൂഹത്തിൽ തുണി പൊക്കി കാണിക്കാൻ പറ്റൂലല്ലോ അമ്മ. ഇതിപ്പോ എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും മോളെ, നിന്നെ പറഞ്ഞാലും നീ സഹിക്കും, ബീനിനെ പറഞ്ഞാൽ നീ ബീനിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവളെയൊക്കെ വായിലാണ് നമ്മളെ ജീവിതവും മാനവും ഇരിക്കുന്നത്. എന്ത് ഈ ചെറുക്കം പേടിച്ചിട്ട് പൈസയും കൊണ്ട് കൊടുത്തിട്ട് അതാണ് എനിക്ക് ഡൗട്ട്. എനിക്ക് സംശയം ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇങ്ങേരാ അലവിലാദീനെ ചെന്ന് വിളിക്കോ എന്നുള്ളതാണ് എന്റെ പേര്. അതാണ് വിളിച്ചിട്ട് പൈസയും കൊടുത്തിട്ട് അയ്യോ എന്റെ പൊന്നെ, പിന്നെ അവനിക്ക് ഇറങ്ങാൻ പറ്റൂല. ആ 2 മക്കളും ആ പെണ്ണിന്റെ ഭാവിയും പോകും. മക്കളെ നീ ഒന്ന് ഐശ്വര്യ വിളിച്ചു ഒന്ന് പറ മക്കളെ. അമ്മ ഷിയാസിനെ വിളിച്ചിട്ട് പറ. ഇത് ഞാൻ അങ്ങനെ മക്കളെ ഈ കാര്യങ്ങൾ പറയും മോനെ, അവളിങ്ങനെ പറഞ്ഞാൽ മതി. അവരെന്ത് ഭീഷണിപ്പെടുത്തിയാലും പൊന്നു മോനെ അവരെ നമ്പറിലൊന്നും ചെന്ന് വിളിച്ചു കളയല്ലേ. പിന്നെ നജിലയുടെ അടുത്ത് പറ്റിയ അബദ്ധം അത് പറ്റി. ഇനി ഒരാളിന്റെ അടുത്തും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അവരെന്തെങ്കിലും ഇപ്പൊ വിളിക്കണ്ട, ഇപ്പൊ ചിലപ്പോ ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും. ഇപ്പൊ ഞാൻ വിളിക്കുന്നതിന്റെ അല്ല, ഇപ്പൊ അവൻ 2-3 ദിവസം കൊണ്ട് എന്നെ രാവിലെ ഒരു സലാം പറയും, അസ്സലാം അലൈക്കും ഉമ്മ, ഗുഡ് മോർണിംഗ് എന്ന് പറയും. പിന്നെ അവൻ എന്നെ വിളിക്കാനില്ല, ഒന്നും സംസാരിക്കുന്നില്ല 3 ദിവസം. ഇനി അവളെ വലയിലെങ്ങാനും വീണു പോകുന്ന മോളെ എനിക്ക് പേടിയാവും.
അങ്ങനെയൊന്നും വീഴുന്ന ഒരാളൊന്നും അല്ല. പിന്നെ ഈ നജിലേരെ മക്കളെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊടുത്തതായിരിക്കും. അല്ല, ഇവളും അങ്ങനെ തന്നെയല്ലോ, കുറെ മക്കളെയും പിടിച്ചുകൊണ്ടാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഷിയാസിനെ വിളിച്ചിട്ട് സംസാരിക്കും. അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്പറിലൊന്നും ചെന്ന് ചാടി കയറി വിളിച്ചു കളയല്ലേ മോനെ, ഈ പെട്ടത് പെട്ട് ഇനി പെടരുത് ഒന്ന് പറഞ്ഞേ. എനിക്ക് ആ വീഡിയോയും ഇതും പോസ്റ്റ് എന്നെ ദൈവം കാണിച്ചു തന്നതാണോ എന്തോ, ഞാൻ കാണൂല മക്കളെ. പക്ഷെ നജില ഒന്നും ഇങ്ങനെയൊന്നും പറയില്ല ഷിയാസിനെ. പിന്നെ തള്ളയോളി വിളിച്ചത് ഒന്നും പറയില്ല എന്ന് പറയണം. അതോടെ തീർന്നല്ല മോളെ, ഇത് എന്തെല്ലാം. സൗമ്യരടുത്ത് ചെന്ന് സൗമി കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നജിലേരെ ഇളക്കം മാറി. അതുപോലെ അസുറയും സൗമ്യയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, സൗമി കൊടുക്കാനുള്ളത് നല്ല പച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ അസുറയുടെ ഇളക്കവും മാറി. അപ്പൊ അസുറയ്ക്കും നജിലയ്ക്കും ഇനി അയാളെ തൊടാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഇവളെ ഇറക്കിയിരിക്കുന്നത്. ഈ മന്ദബുദ്ധിക്കാണെങ്കിൽ ഇവളെ യൂസ് ചെയ്യുന്നതാണ്, ഇവളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മന്ദബുദ്ധിക്കൊട്ടും ഇല്ലേന്നാണ്. അത് കുറച്ച് നാള് കഴിയുമ്പോ, ഒരു 3-4 മാസം കഴിയുമ്പോ അവക്ക് മനസ്സിലായിക്കോളും. പക്ഷെ അതുപോലെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. പക്ഷെ നമ്മളെ പറഞ്ഞോട്ടെ, നമ്മള് സഹിച്ചോളാം. ഈ മന്ദബുദ്ധി വന്ന് ചാടിക്കൊടുത്ത 2 മക്കളും എന്റെ പൊന്നു മുത്തുമണികള്, ആ പെണ്ണിന്റെ ഭാവി ഇവളെ ആരുടെയും വായിലൊന്നും അല്ല ഞങ്ങളെയൊന്നും ജീവിതങ്ങൾ ഇരിക്കണം. അമ്മമാരെ കാര്യം നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. നീ വാ മോളെ. ഞാനാണെങ്കിൽ ഇന്ന് ഉമ്മയെ കുളിപ്പിച്ചത് പോലും ഇല്ല. എനിക്ക് കയ്യും കാലും ഇന്നലെ ഒരു മണി. അതാണ് ഞാൻ പറയാം, ഈ വക കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിട്ട് നിൽക്കേണ്ട, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിപ്പോ. എനിക്ക് വയ്യ മക്കളെ, നീ മതി പോ. അമ്മ ഷിയാസിനെ വിളിച്ചിട്ട് ഈ കാര്യം പറ. ഞാൻ പറഞ്ഞാൽ ശരിയാവൂല, ഞാൻ പറഞ്ഞാല് അവസാനം വഴക്കിൽ കലാശിക്കും. ഇന്ന് ഞാൻ വിളിക്കൊന്നുമില്ല. ഒന്നാമതൊന്ന് ഞായറാഴ്ച, അല്ലെങ്കിലും ഈ ഒരു സ്ഥലം പറയുന്നത് പോലും ഇല്ലാതെ ആക്കണ്ടെന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ അവനെ വിളിക്കുകയും കൂടെ ഇല്ല. ഇനി വല്ലതും മനസ്സിനകത്ത് ഈ ഭ്രാന്തി വല്ലതും പറഞ്ഞു അവന് മനസ്സിന് ടെൻഷൻ ആണോന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ആയിരിക്കും അവൾ ഈ ഡെയിലി വീഡിയോ ഇടുന്ന. ഒരു ദിവസം എത്ര വീഡിയോ നിന്നെ കുറിച്ച് അതെന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ. ഇവരൊന്നും പറയണ പോലെയൊന്നും അല്ലല്ലോ നമ്മളെ ജീവിതം എന്ന് പറയണത്. നമ്മൾ ജീവിക്കുന്ന നമ്മളെ ചുറ്റുപാടിൽ നമുക്ക് എന്ത് വിലയാണുള്ളത് അത് നമ്മൾ നോക്കിയാൽ പോരെ. ഇവളെ വായിക്കത്ത് എന്നെ കുറിച്ച് യാതൊരു കാര്യവും അറിഞ്ഞുകൂടാത്ത ഇവള് അവിടെ ഇരുന്നും കൊണ്ട് തൊലിക്കുന്നതാണ് ആ തൊലിപ്പ്. അമ്മ സമാധാനത്തിരി, ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം. മകളെ രാവിലെ വന്നിട്ട് പോമോളെ. എന്നാ ശരി, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം. ഇപ്പൊ വന്നിട്ട് നീ പോ മക്കളെ. നിങ്ങൾ വന്ന് നിന്നെ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ശരി ശരി ശരി, ഞാൻ വരുന്നേ. ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ റിക്വസ്റ്റ് പ്രകാരവും പിന്നെ എൻ്റെ അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പിന്നെ സ്ത്രീ മനസ്സുകളുടെ റിക്വസ്റ്റ് പ്രകാരവും ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ 50% ആളുകൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മറുപടി കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു 50% ആളുകളുണ്ട്. 50% ആളുകൾ എൻ്റെ അമ്മയെ പോലെ ഇതിനെന്തെങ്കിലും ഒരു മറുപടി നീ കൊടുക്ക് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നത് ഈ ഒരുപാട് പേരുടെ ഒരു സംശയത്തിനുള്ള ഒരു മറുപടി കൂടിയാണ്. അതായത് ചില ആളുകൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു വ്യക്തി എന്നെ വിമർശിക്കുന്നുണ്ട്, ആ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ എന്തോ മൂടപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നോ ഒക്കെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി കൊടുക്കുന്നത്. ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, വെറുതെ ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കുടുംബമുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളെന്ന് പറയുന്നത് വളരെ തിരിച്ചറിവിൻ്റെ പ്രായം എത്തിയ മക്കളാണ്. അതുമാത്രമല്ല, ഞാനെന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, കുറേ അധികം ലോകം കണ്ടിട്ടുള്ള, ജീവിതങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിലും അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിലും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുമൊക്കെ ഒരുപാട് നല്ല നിലവാരത്തിൽ നല്ല വിലയോടുകൂടി ജീവിക്കുന്ന, സാമാന്യം തരക്കേടില്ലാതെ ജീവിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്.
അതേ കണക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ നാട്ടിലായിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡിന്റെ ജോലി സ്ഥലത്തായിക്കോട്ടെ, അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ എനിക്ക് എന്നെ അറിയാവുന്ന ഒരു സമൂഹമുണ്ട്, എന്നെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം എനിക്ക് ചുറ്റിനുമുണ്ട്. അപ്പൊ ഞാൻ പ്രതികരിക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു മാന്യത ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിപ്പോ എന്നെ ഒരാള് തെറി വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് അവരെ പോലെ തെറി വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കള് ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ഭർത്താവ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ പുറമെ എന്നെ കണ്ട് ചിരിക്കുന്ന, ഒരുപാട് എന്നോട് സംസാരിക്കുന്ന, എന്നോട് ഭയങ്കര ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന ഒരു സമൂഹം എൻ്റെ ചുറ്റിനും ഉള്ളത് കൊണ്ട് തന്നെ എന്നെ നോക്കിയിട്ട് ഒരു വ്യക്തി മുണ്ട് പൊക്കി കാണിച്ചു തരികയാണ്. എന്നെ നോക്കി ഒരു സ്ത്രീ സ്ഥിരമായിട്ട് തുണി പൊക്കി കാണിച്ചു തരികയാണ്. ഇങ്ങനെ വേടി, നിന്റെ അമ്മേരെ പൂവടി, നിന്റെ അമ്മേരെ കായടി എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അതുപോലെ ഞാൻ പറയുന്നത് ശ്രീജയെ കുറിച്ച് തന്നെയാണ്. ശ്രീജ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ സ്ത്രീ എന്നെ വിമർശിക്കുകയാണ് എന്നാണ് സ്ത്രീ പറയുന്നത്. പക്ഷെ അവരുടെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ശ്രീജ ഇത് ഇപ്പോൾ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇതിന് 9 മാസങ്ങൾക്ക് മുമ്പ് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ യൂട്യൂബ് വഴി ഒരുപാട് സമ്പത്ത് നേടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞാൻ ഈ യൂട്യൂബ് വഴി നേടിയത് കുറെ മനുഷ്യ മനസ്സുകളിൽ ഇടമാണ് എന്ന് ഞാൻ പറയും. ഞാൻ അന്നും ഇന്നും സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് യാചിച്ചിട്ടുള്ളത്, സ്നേഹത്തിന്റെ പിന്നാലെയാണ് ഞാൻ അലഞ്ഞിട്ടുള്ളത്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി നേടിയെടുത്തത് എന്ന് പറയുന്നത് കുറെ മനുഷ്യ മനസ്സുകളിൽ ഇടമാണ്, കുറെ മനുഷ്യരുടെ സ്നേഹമാണ്. ഇവരെ ഈ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എനിക്കെന്തോ ക്യാഷ് തരുന്നു എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഞാൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഇന്നും ഞാൻ 9 മാസങ്ങൾക്ക് മുമ്പ് നേടിയെടുത്ത ആ സ്നേഹങ്ങളും ആ സ്നേഹബന്ധങ്ങളുമൊക്കെ ഇന്നും എൻ്റെ കൂടെ എൻ്റെ നെഞ്ചിൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തത് എന്താണ്, അവരെനിക്ക് തന്നത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കും അവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോ ശ്രീജയിൽ വന്നടിഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ നിരന്തരം എന്നെയും എൻ്റെ സൗഹൃദങ്ങളെയും വേട്ടയാടുന്നുണ്ട്. ഒരു സ്ത്രീ മാത്രമല്ല, ഒരു പുരുഷനും കൂടി. അഷ്കർ മലബാർ എന്ന് പറയുന്ന വൃത്തികെട്ട ജന്തു, അസൂറ ബീവി എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവി. അവർ പറയുന്നത് അവർ ഒരുപാട് ഉംറ ചെയ്തിട്ടുണ്ട്, അവർ ഭയങ്കര ഈമാന്റെ മറ്റേ അങ്ങേയറ്റാണ്, പിന്നെ റസൂലുള്ളാഹിന്റെ പിന്നെ കുടുംബ പാരമ്പര്യം ഉള്ളവരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ വെറും ഇബിലീസിന്റെ ജന്മമുള്ള ഒരു സ്ത്രീ മാത്രമാണ് അവരെന്ന് പറയുന്നത്. ഈ സ്ത്രീ ഒരുപാട് കാലങ്ങളായി എന്നെയും എൻ്റെ സൗഹൃദങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഭീഷണിപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, ഞങ്ങളുടെ കുടുംബം തകർക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കുടുംബവും മക്കളുമായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും എന്നാണ് ഇവരുടെ ഭീഷണി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് 10-20 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്നലെ വന്ന ഏതെങ്കിലും ഒരു നികൃഷ്ട ജീവി, ഇന്നലെ വന്ന ഏതെങ്കിലും ഒരു വൃത്തികെട്ട ജന്തു ഒരാൾ നമ്മളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി ഞങ്ങളുടെ ഇണകൾ ചിന്തിക്കൂലേ? അവരുടെ ക്വാളിറ്റി ഇപ്പൊ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരിക്കലും ശ്രീജയെ പോലെ ഒരു സ്ത്രീയുടെ വീഡിയോ കാണാൻ പോലും ധൈര്യപ്പെടുന്ന ഒരാളല്ല. ഇന്ന് വരെ ഞാൻ വേറൊരു സത്യം പറയട്ടെ, എന്റെ വാട്സപ്പില് ഒരുപാട് പേര് ഈ ശ്രീജയുടെ ലിങ്ക് അയക്കാറുണ്ട്. ഞാൻ ആ ലിങ്ക് കയറി നോക്കുമ്പോ തന്നെ സത്യം പറയാലോ, അതിന്റെ അകത്ത് കാണുന്ന ഷീൽക്കാര സൗണ്ടുകൾ എന്നുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഓടാറുണ്ട്. എനിക്ക് പോലും കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലാത്ത ഒരു കാര്യം എൻ്റെ സുഹൃത്തിന്റെ വൈഫ് അത് കാണും എന്നാണ് അവര് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ, നിന്റെ കുടുംബം ഞാൻ തകർക്കും, നിന്റെ ഭാര്യയോട് ഞാൻ പോയി പറയുമടാ നിന്റെ എന്ന് പറയുമ്പോൾ ഇവരാരും ബോധവും പൊക്കണമൊന്നും ഇല്ലാത്തവരാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, എന്റെ സമൂഹത്തില് ഞാൻ വളരെ നന്നായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്റെ സമൂഹത്തിന് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് എന്റെ ഹസ്ബൻഡും ഞാനും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രശ്നങ്ങളെ പോലും എന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. എന്റെ ഹസ്ബൻഡിന്റെ ശാരീരികമായ പ്രശ്നങ്ങളെ പോലും എന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ എന്റെ ഇടുപ്പിൽ ചുമന്നുകൊണ്ട് എന്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ നടക്കുവാണ്. ഞങ്ങളെ കാണുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇണക്കുരുവികളാണ് എന്നാണ് ഞങ്ങൾ ധരിച്ചത്, ഇപ്പൊ കല്യാണം കഴിച്ച ആളുകളാണ് എന്നാണ് ധരിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ജീവിക്കുന്ന ജീവിതമാണ്. ഈ ചില ആൾക്കാർ പറയുന്നത് ശ്രീജ വിമർശിക്കുമ്പോൾ ശ്രീജയുടെ വീഡിയോയ്ക്ക് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. എടാ, എങ്ങനെ റിപ്ലൈ ചെയ്യാൻ? തുണി പൊക്കി കാണിക്കുന്ന ഒരാൾക്ക് എന്ത് റിപ്ലൈ കൊടുക്കാനാ നിങ്ങൾ പറയുന്നത്? സ്ഥിരമായിട്ട് വന്നിരുന്നുകൊണ്ട് എന്നെ ഒരാൾ തുണി പൊക്കി കാണിക്കുന്നു, ഞാൻ അതിനെന്ത് റിപ്ലൈ ചെയ്യാനാ? അത് ശരിക്കും അവരുടെ മാനസിക രോഗമാണ് എന്നുള്ളത് അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അവർക്കുണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ്. ശരിക്കും ഇവരിപ്പോ ചില വീഡിയോസ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഫേസ് ഇംപ്രഷൻ ഉണ്ട്. ഈ സംഭവം ആദ്യമായിട്ട് അവരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു തരത്തിലാണ് ഇവര് സംസാരിക്കുന്നത്. ഇവരിങ്ങനെ ഫോണിൽ കൂടി ഏതൊക്കെയോ വോയിസും മറ്റു കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരും എനിക്ക് അതിന്റെ ലിങ്ക് എടുത്ത് കാണിക്കുമ്പോൾ ഇവരുടെ ഒരു ഫേസ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതാ കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇതാദ്യമായി സംഭവിച്ച സംഭവമാണ് എന്നാണ് പറയുന്നത്. എന്റെ പൊന്നു ശ്രീജെ, ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇതിനു മുമ്പ്, അതായത് 9 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സൗഹൃദത്തിൽ കയറി കളിച്ച് നീ പറയുന്ന സ്നേഹതീരം എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പോയി അവരുടെ ഭാര്യയുടെ വായിൽ നിന്നും കേൾക്കാനുള്ളതും അവരുടെ ഉമ്മാന്റെ വായിൽ നിന്നും അവരുടെ വാപ്പാന്റെ വായിൽ നിന്നും ആ നാട്ടുകാരുടെ വായിൽ നിന്നും ഒക്കെ കേൾക്കാനുള്ളത് കേട്ടിട്ട് തോറ്റ് പിന്തിരിഞ്ഞു വന്നവരാണ്. അവർക്ക് പോലും ജയിക്കാൻ പറ്റാത്ത സ്ഥലത്ത് സ്ഥിരമായി തെറി വിളിച്ചും കൊണ്ട് പാതിരാത്രികളിൽ ലൈവ് ചെയ്ത് ആണുങ്ങളോട് ആണുങ്ങളുടെ KU എന്നെ കണ്ടു, എനിക്ക് കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന നീ അദ്ദേഹത്തിന്റെ വൈഫിനോട് കൊണ്ടുപോയി എന്തോ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുമ്പോ ഇതിൽ യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ, അതായത് യാതൊരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയെ അയാളുടെ കുടുംബം തകർക്കും, അയാളുടെ കുടുംബം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പോലും മനസ്സിലാകുന്നില്ല. അയാളും അയാളുടെ ഫാമിലിയൊക്കെ യഥാർത്ഥത്തിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തോ ഒരു കേസ് അസൂറ ബീവി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ കേസ് ഞങ്ങൾ വാദിക്കും, ഞാൻ വാദിക്കും. അതിൽ സാക്ഷികളായിട്ട് പലരും വരും. ഇവര് ദ്രോഹിച്ചിട്ടുള്ള പല വ്യക്തികളും വരും. അതായത് എന്നെ കുറിച്ച് ഇവർ ആരോടൊക്കെ ഈ അവിഹിത കഥ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ വരും, അവരൊക്കെ കോടതിയിൽ വരും. ഈ സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന സാക്ഷികളായിരിക്കുമല്ലോ കോടതിയിൽ വരേണ്ടത്. അതുപോലെ ഈ അസൂറ ബീവി കുറെ കാലങ്ങളായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയാണ്. എന്റെ പേരിൽ കോടതിയിൽ അവർ കേസ് കൊടുക്കും, അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിലവിൽ എന്റെ പേരിൽ യാതൊരു സ്ഥലത്തും കേസില്ല. അസൂറ ബീവി കൊടുത്ത കേസിന്റെ ഫലമായിട്ട് എന്നെ സൈബർ സെല്ലിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ച ആ ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ എന്റെ അവസ്ഥ, ഞാൻ നേരിട്ട അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ സമയത്ത് ആ സൈബർ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോകരുത് എന്ന്. ഇത്രയേറെ അവയർനെസ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടും നിങ്ങളെപ്പോലെ ബോൾഡായ ഒരു സ്ത്രീ എങ്ങനെ ഈ ചതിക്കുഴിയിലേക്ക് ചെന്നു വീണു എന്നുള്ളതാണ്.
അതുപോലെ പിന്നെ ഞാൻ ആരുടെയൊക്കെയോ ഫോട്ടോ എടുത്ത് പബ്ലിക് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ശ്രീജ പറയുന്നത്. അതേസമയം തന്നെ ശ്രീജ പറയുന്നുണ്ട് ഇവളുടെ എന്തോ പിന്നെ കുങ്കുമം ഇട്ട ഫോട്ടോ, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ശ്രീജയും എൻ്റെ സമൂഹവും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മതം സ്വീകരിച്ചത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നെ ഒരാളും എൻ്റെ മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ, എൻ്റെ സ്വന്തം താല്പര്യത്തിലാണ്, എൻ്റെ മാത്രം റിസ്കിലാണ് ഞാൻ മതം സ്വീകരിച്ചത്. പിന്നെ ശ്രീജയെ പോലെ ഒരു വ്യക്തി വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ മതം. ഞാൻ സ്വീകരിച്ച എൻ്റെ മതം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ സ്വീകരിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും തന്നെ കമ്പൽ ചെയ്യാതെ എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീകരിച്ചതല്ല എൻ്റെ മതം. എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ സ്വീകരിച്ചതല്ല എൻ്റെ മതം. ഇനി അഥവാ ഒരു പുതു ഇസ്ലാമിന് സമൂഹം കുറെ സ്വത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് സ്വീകരിച്ചതല്ല ഞാൻ എൻ്റെ മതം. അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂലി എനിക്ക് പടച്ചറബിൽ നിന്ന് കിട്ടിയാൽ മതി. എനിക്ക് ഒരു മനുഷ്യന്റെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല, എനിക്ക് ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല, എനിക്ക് ഒരു മനുഷ്യന്റെയും അംഗീകാരത്തിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മതം എന്ന് പറയുന്നത് അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ മതത്തെ മറ്റൊരാൾ വലിച്ചഴയ്ക്കാൻ എൻ്റെ നാവ് വഴി ഞാൻ സമ്മതിക്കില്ല. അപ്പൊ എന്റെ മതത്തെ കുറിച്ച് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് എനിക്ക് ശ്രീജയ്ക്ക് ഉത്തരം തരേണ്ട കാര്യമില്ല. അതിനെയൊക്കെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തിനെ കുറിച്ച്, ഞാൻ കുഴിച്ചു മൂടിയ സംഭവത്തെ കുറിച്ച് ശ്രീജ വീണ്ടും അതിനെ കുത്തിപ്പൊക്കി ഈ പിന്നെ നാറ്റമുള്ള നമ്മൾ കുഴിച്ചു മൂടിയ ശവശരീരത്തിന് നാറ്റമുണ്ടാകും. ഈ കുഴിച്ചു മൂടിയ ശവശരീരത്തിനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം എന്നെ സബ് ചെയ്തിട്ടുള്ള, എന്നെ അറിയേണ്ടുന്ന ആളുകൾക്ക് ആ സംഭവങ്ങളൊക്കെയും തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് അന്ന് വിത്ത് പ്രൂഫോടുകൂടി ഞാൻ സംസാരിച്ചിട്ടുള്ളതുമാണ്. എന്റെയും ഷിയാസിന്റെയും ഐഷ നെഹയുടെയും വോയിസുകൾ ഇവർ രസഗുള എന്ന് പറയുന്ന മറ്റൊരു ചാനൽ വഴി പബ്ലിഷ് ചെയ്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ആ വോയിസുകൾ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെപ്രാളം കാണിക്കേണ്ടത്? അപ്പൊ ഇവർക്ക് ഈ അസൂറ ബീവി എന്ന് പറയുന്ന സ്ത്രീക്ക് ഉത്തരം കിട്ടേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ചാരിറ്റി വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെടണം. അതായത് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് ശ്രീജയുടെ വീഡിയോകളിൽ പറയുന്നുണ്ട്. സ്നേഹതീരം എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് അയാള് എന്റെ കാല് പിടിച്ച് വീഡിയോ നിർത്താം. ഏത് വീഡിയോ നിർത്താമെന്ന്? ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്താനും മാത്രം സ്നേഹതീരം എന്റെ ആരാണ്? എന്റെ വീഡിയോസ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ്, അത് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ്. എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസാണ്. എന്റെ ചാനലിലെ വീഡിയോസ് നിർത്താമെന്ന് അസൂറ ബീവിയുടെ കാല് പിടിച്ച് സ്നേഹതീരം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ സ്നേഹതീരത്തിന്റെ ഫാമിലിയിലേക്ക് പോയി എന്തൊക്കെയോ അനാവശ്യങ്ങൾ പറയും. ഇവളുടെ അവിഹിതത്തിൽ ചെന്ന് ചാടേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, സ്നേഹതീരത്തിനെ അപ്പോൾ ഞാനാണ് ഭീഷണിപ്പെടുത്തേണ്ടത്? എന്റെ അവിഹിതത്തിൽ സ്നേഹതീരം വീണു പോയിട്ടുണ്ട് എങ്കിൽ ഞാനാണ് സ്നേഹതീരത്തിനെ ഭീഷണിപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് ഞാൻ സ്നേഹതീരത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വോയിസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ചാനൽ വഴി തന്നെ പബ്ലിഷ് ചെയ്യാം. അതിൽ വിഷയമുള്ളൊരു കാര്യമേ അല്ല. കാരണം ഈ കാര്യങ്ങൾ ഞങ്ങൾ ഒരു സൗഹൃദ ഗ്രൂപ്പിലായിരുന്ന സമയത്ത് സൗഹൃദപരമായി സംസാരിച്ച കാര്യങ്ങളും, ആ സമയത്ത് എന്നെയും സ്നേഹതീരത്തിനെയും തമ്മിൽ അടുപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പണം ചൂഷണം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അസൂറ ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി. ആ സമയത്ത് എന്നെയും സ്നേഹതീരത്തിനെയും തമ്മിൽ അടുപ്പിച്ച സമയത്തുള്ള അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ച കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട്
എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നൊരു കാര്യം ഞാൻ പറയാം, എന്നെ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുമ്പോൾ എനിക്ക് തിരിച്ചെനിക്ക് തുണി പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊരു സമൂഹത്തിൽ നിലയും വിലയും ഉണ്ട്. എന്റെ മക്കൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ്. എന്റെ മക്കൾ ഇറങ്ങി നടക്കുമ്പോൾ ഇത് ഇന്ന സ്ത്രീയുടെ മോളാണ് അല്ലെങ്കിൽ ഇന്ന ആളിന്റെ മോളാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അത്രയും നിലയും വിലയും തരുന്ന ഒരു സമൂഹം, ഞങ്ങളുടെ ഭീമാപള്ളി ഏരിയ എന്ന് പറയുന്നത് അത്രയും നല്ല നന്മയുള്ള ഒരു മണ്ണാണ്. ഈ മണ്ണിലുള്ള ഓരോ മനുഷ്യനും ഞങ്ങളെ നെഞ്ചിലേറ്റി ആണ് നടക്കുന്നത്. ഞങ്ങൾ അത്രയും പ്രൗഡായിട്ടാണ് ഇത് അവര് ഇന്ന ഒരു ചാനൽ നടത്തുന്ന ഒരു സ്ത്രീയാണ്, അവരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഭാര്യനെയും ഭർത്താവിനെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് ഡൗട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കുറിച്ച് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ജീവിക്കുന്ന എന്റെ ചുറ്റുപാടിലാണ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും. എവിടെ വന്നാലാണ് കിട്ടുന്നത്? ഞാൻ ജീവിക്കുന്ന എന്റെ ചുറ്റുപാടിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. പിന്നെ ഇത്തിരി പോന്ന മക്കളെയും എന്റെ ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്റെ ഉമ്മാനെയും അവരുടെ ഗുഹ്യസ്ഥാനത്തെയും വർണ്ണിക്കുക എന്ന് പറയുന്നത് അതൊരു മാനസിക രോഗമാണ്. അത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നത് ഈ ഇങ്ങനെ വർണ്ണിക്കുന്ന വീഡിയോകൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല? എന്ത് റിപ്ലൈ ചെയ്യും? നിങ്ങൾ എന്നെ ഒന്ന് പറയും, എന്ത് റിപ്ലൈ ആണ് ചെയ്യേണ്ടത്? നമ്മൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാണകം മണക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. ഇതിനു മുമ്പ് എന്റെ വാട്സപ്പിലേക്ക് ഒരു തെരുവ് തെണ്ടി ഒരു പേപ്പട്ടി ഇരച്ചു കയറി എന്നെ ഭീഷണിപ്പെടുത്തി. വേറെ ആരുമില്ല, ഈ അസുറ ബീവി തന്നെയാണ്. അതിന്റെ പിന്നെ തെളിവും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറയുന്നവര് ചെയ്ത വേറൊരു പണി എന്താണെന്ന് അറിയാമോ? പിന്നെ ഒരു ടെക്നീഷ്യനെ, അതായത് ഞാൻ എന്റെ ചാനൽ ഏൽപ്പിച്ചിരിക്കുന്ന അതേ ടെക്നീഷ്യനെ പോയി ഇവര് കണ്ടിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവര് പ്രൈവസി കൊടുത്തിട്ട് എന്റെ ചാനലിൽ നിന്ന് എന്റെ കണ്ടന്റിന് തന്നെ പ്രൈവസി കൊടുത്ത് എന്റെ ചാനൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു നീക്കം നടത്തിയിട്ടുണ്ട്. ആ നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് ആ പുള്ളിക്കാരൻ എന്നോട് പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വലിയ തെളിവുകളാണ്. എന്റെ ചാനൽ ഏതെങ്കിലും ഒരു രീതിയിൽ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമീപിച്ച രേഖ എന്റെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഇവര് ഫിജോ എന്ന് പറയുന്ന പുള്ളിക്കാരിയോട് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ചീത്ത വിളിച്ചു ഒതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ പുള്ളിക്കാരിക്ക് എന്തോ അതിന് എന്തോ സംതിങ് ഉള്ളത് കൊണ്ട് ആ പുള്ളിക്കാരി അതിന് നിന്നില്ല. ഇവരെന്നിട്ട് ഷെഫീന ബീവിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആയത്തേക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതുമായിട്ട് സ്യൂട്ട് ആവാത്തത് കൊണ്ട് തന്നെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളഞ്ഞതാണ്. ഇവര് വമ്പൻ പാർട്ടികളുടെ അടുത്ത് എന്റെ ചാനൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്നെ നാണം കെടുത്തണം, എന്നെ നാണം കെടുത്തി എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തണം എന്ന കൊട്ടേഷനുമായിട്ട് പല ആൾക്കാരടുത്തും പോയിട്ടുണ്ട്. വമ്പൻ പാർട്ടികളുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് നടക്കാതെ വന്നപ്പോഴാണ് നിന്നെ പോലെ ഒരു തീരെടുത്ത് കൊണ്ടുവന്ന് ഈ കൊട്ടേഷൻ തന്നേക്കുന്നത്. എന്റെ പൊന്നുമോളെ, നീ വീണ്ടും, ഞാൻ ഇപ്പോഴും പറയുന്നു, നീ നോർമലായ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനെങ്കിലും ആരെങ്കിലും വരും. നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നീ മുത്തിച്ചിപ്പി കഥ പറയുന്ന സമയത്ത് നിന്റെ ലൈവിൽ 300 ആൾക്കാർ കയറും. നീ ബീനിത്ത എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടി ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ആ ലൈവിൽ എത്ര പേര് കയറി വരുന്നു? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, നമ്മള് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും. അതായത് ബീനിത്തനെ ഇന്നാള് ഇങ്ങനെ കയറി അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു തരം മാനസിക രോഗമാണ്. മറ്റൊരാളുടെ ഭാര്യ, മറ്റു 6 കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു സ്ത്രീ മറ്റൊരാളിനെ ഇങ്ങനെ ഇത് ഷാനവാസ് കെട്ടിപ്പൊടിയിടാ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നീ ഇമാജിൻ ചെയ്യാണ്. നീ പറയുന്നില്ല, നിന്റെ പടച്ചിറപ്പുമായിട്ട് നീ അത് തീർത്തുകൊള്ളുക. അതായത് കുടുംബമായിട്ട് ജീവിക്കുന്ന ഞാൻ ചിന്തിക്ക പോലും ചെയ്യാത്ത കുറെ കാര്യങ്ങള് നീ ഇമാജിൻ ചെയ്യണം. അതായത് എന്നെ റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്.
എന്റെ പൊന്നു ശ്രീജ, നീ എന്നെ റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പല തവണ എന്നെയും എന്റെ അമ്മയെയും അതുപോലെ എന്റെ പൊടി മക്കളെയും നീ റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റേപ്പ് എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. നീ ഇങ്ങനെ കണ്ണടച്ച് അതിനെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടാണ് നീ പറയുന്നത്. ഇങ്ങനെ കണ്ണടച്ച് ആസ്വദിച്ച് നീ പറയുമ്പോ നീ നിന്റെ മനസ്സിലൂടെ ഇമാജിൻ ചെയ്യാണ് എന്നെ റേപ്പ് ചെയ്യാണ്. നീ എന്നെ ശരിക്ക് പറഞ്ഞാല് റേപ്പ് ചെയ്യാണ്. അത് നീയും നിന്റെ പടച്ചിറബും തമ്മിൽ തീർത്തുകൊള്ളുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ട എന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ പൊന്നുമോളെ, നിന്റെ ഈ പിന്നെ അസുഖത്തിനുള്ള മരുന്ന് എൻ്റെ കൈവശം ഇല്ല പൊന്നുമോളെ, എൻ്റെ കൈവശം ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.